വലിയ ലോഹത്തിന്റെ സ്ക്രൂ പോലെയോ എന്നാലും ഭാരമുള്ളൊരു വസ്തുവായി തന്നെ ഇതിനെ കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ അത് കാണുമ്പോൾ അത് ഒരുപക്ഷെ ലോറിയുടെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കാം, അല്ലെങ്കിൽ ജാക്കിയുടെ തന്നെ ഒരു പാർട്ടായി തന്നെ കണക്കാക്കുന്നു, ഭാഗമാണെന്ന് തോന്നുന്നു. അത് നേരെ ലോറി ഉടമയായിട്ടുള്ള മനാഫിനാണ് ആ മാൽപേ സംഘം കൈമാറിയത്. മനാഫ് അത് പരിശോധിക്കുന്നത് കണ്ടു. ലോഹഭാഗമാണ് എന്ന് മാത്രമാണ് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. എന്താണ് എന്നുള്ളതിൽ വ്യക്തത അത് മനാഫ് തന്നെ, നമ്മുടെ അർജുൻ്റെ ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫ് തന്നെ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വീണ്ടും തെരച്ചിൽ കൂടുതൽ ഘട്ടങ്ങളിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യഘട്ട പരിശോധന, ആദ്യഘട്ട മുങ്ങലിന് ശേഷമാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ വീണ്ടും കരയിലേക്ക് എത്തിയത്. കരയിലേക്ക് എന്ന് പറഞ്ഞാൽ പുഴയുടെ തീരത്ത് തന്നെ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈശ്വർ മാൽപേയും ടീമും അവിടെയുള്ളത്. അപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ദൗത്യം, അത് തെരച്ചിൽ ഏറ്റവും ഒടുവിൽ അർജുനിലേക്ക് എത്താൻ സാധിക്കട്ടെ. പരമാവധി ഇന്ന് തന്നെ, ഇനി നിർണായക മണിക്കൂറാണ്. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ നിലവിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്, കാലാവസ്ഥ അനുകൂലമാണ്, മഴയില്ല, അടിയൊഴുക്കില്ല, അങ്ങനെ ഒരുപാട് അനുകൂല സാഹചര്യമുണ്ട്. പക്ഷെ അതേസമയത്ത് തന്നെ ചെറിയ ചാറ്റൽ മഴ ഇന്ന് അനുഭവപ്പെട്ടു തുടങ്ങിയെന്ന് ബൈജു പറയുന്നു. കൊങ്കൺ മേഖലയിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗംഗാവലി പുഴയുടെ ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്താൽ പോലും അടിയൊഴുക്ക് കൂടാം. ഈ ശിരൂരിൽ മഴ പെയ്തില്ല എങ്കിൽ പോലും അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണിക്കൂറുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഉദ്യമത്തിലേക്കാണ് കടക്കേണ്ടത്. അതിലേക്ക് എത്രമാത്രം പോസിറ്റീവായി കർണാടക സർക്കാരും ജില്ലാ ഭരണകൂടവും കളക്ടറും ഒക്കെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് സംശയകരം. കെ വി ബൈജു നമ്മോടൊപ്പം ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബൈജു, കേൾക്കാമോ? കേൾക്കാം. ബൈജു, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? എന്ത് ലോഹഭാഗമാണ് കിട്ടിയത്? ലോറിയുടെ ഭാഗം തന്നെയല്ലേ? എൽദോ, അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. അത് അർജുന്റെ ട്രക്കിന്റേതല്ല എന്ന് മനാഫ് വ്യക്തമാക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അത് അർജുന്റെ ട്രക്കിന്റേതല്ല എന്ന് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റേതോ വാഹനത്തിന്റെ അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ആയിരിക്കാം എന്നാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ അനുമാനിക്കുന്നത്. ഏതായാലും മാൽപേ മാത്രമല്ല, മാൽപയുടെ നേതൃത്വത്തിലുള്ള കൂടുതൽ സംഘങ്ങൾ ഇപ്പോൾ തെരച്ചിലിനായി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ വിലക്ക് മറികടന്ന് കൂടുതൽ സംഘങ്ങൾ ആഴങ്ങളിലേക്ക്, അതായത് ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് തെരച്ചിലുമായി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും പ്രേക്ഷകർക്ക് അറിയിക്കാനുള്ളത്. ഏതായാലും കൂടുതൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം, ഏറ്റവും പുതിയ വിവരം നമുക്ക് പങ്കുവെക്കാനുള്ളത്, 3-4 പേരടങ്ങുന്ന സംഘം ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന സ്ഥലം, അത് റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത മാർക്ക് ഫോറിന് സമീപം തന്നെയാണ്. അവിടെ ഈ ലോറിയുടെ സംശയിക്കുന്ന ഇന്ധനം കണ്ടെത്തിയ, അതായത് ഡീസലിന്റെ ഒരു അംശം കണ്ടെത്തിയ ഭാഗം, അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇന്ന് ഒരു പക്ഷേ നേരത്തെ ആ മൺകൂനയൊക്കെ കാണുന്ന പ്രദേശത്താണ് തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിൽ രാവിലെയാണ് മാൽപേ ഇവിടെ എത്തിയപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ആ സ്ഥലം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. ആ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്ന ഒരു രംഗമാണ് നമുക്കിപ്പോൾ, ആ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കൃത്യമായി ആ സ്ഥലം, അവിടെ തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. നമുക്ക് കാണാം, നടന്ന് അത്രത്തോളം വലിയ ആഴമൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ വളരെ വേഗം ആ ട്രക്കിനരികിലേക്ക് ഇവർക്ക് രക്ഷാദൌത്യ സംഘത്തിന് എത്താൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത് ഫയർഫോഴ്സ് സംഘമാണ്. അത് ഇന്നലെ കാർവാർ എം എൽ എ വ്യക്തമാക്കിയിരുന്നു. ഫയർഫോഴ്സ്, പോലീസ്, NDRF, SDRF തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകുമെന്ന്. പക്ഷെ ആ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നു. മറ്റ് നേവിയുടെ ഒന്നും സംഘത്തെ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. SDRFന്റെ ഒരു സംഘമുണ്ട്, ഒപ്പം ഫയർഫോഴ്സിന്റെ ഒരു ചെറിയ ഒരു വാഹനത്തിലെത്തിയ സംഘം. അതൊന്നുമല്ല കാര്യം, കാരണം അവരല്ല തെരച്ചിൽ നടത്തുന്നത്, ഇവർക്ക് മാൽപേക്ക് സഹായം ഒരുക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റൂ. മാൽപ തന്നെയാണ് ഇപ്പോൾ ഈ ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മാൽപയോടൊപ്പം ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ പേരുണ്ട്. അവർ ആ സംഘത്തിൽ മത്സ്യത്തൊഴിലാളികൾ, ഉടുപ്പി മാൽപയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ്. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ആഴങ്ങളിലേക്ക് പോയി ഇത്തരം രക്ഷപ്പെടുത്തിയിരുന്നു. ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയും അത് സ്വന്തം ജീവൻ പണയം വെച്ച് ഇത്തരത്തിൽ രക്ഷപ്പെടുത്തിയ ഒരു സംഘമാണ് അവർ. വെളിച്ചമൊക്കെ കൊണ്ടാണ് ആ ആഴങ്ങളിലേക്ക് പോകുന്നത്. ആ സംവിധാനം ഒക്കെ നമുക്ക് അവരുടെ കയ്യിൽ കാണാം.
ഏത് സമയത്തും അവർ ആഴങ്ങളിലേക്ക് പോകാം. അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ഡീസലിന്റെ അംശം കണ്ടെത്തിയ പ്രദേശം, ആ സ്ഥലം മാൽപേ അപ്പോഴേ തുടക്കത്തിൽ സംശയിക്കുന്നുണ്ട്. അവിടെ ഒരു പക്ഷേ നമ്മുടെ അർജുൻ ലോറി ഉണ്ടാകാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വലിയ തോതിലുള്ള ഒരു ഈ ലോറി തകർന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല എന്ന ഒരു നിഗമനം കൂടി അദ്ദേഹം നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ പങ്കുവെക്കുകയുണ്ടായി. ഏതായാലും അതിനൊക്കെ സ്ഥിരീകരണം ഇത് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹം വരൂ. അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമുണ്ട് ആ പ്രദേശത്ത് ലോറി ഉണ്ടാകുമെന്ന്. ഏതായാലും വളരെ നിർണായകമായ നിമിഷത്തിലൂടെയാണ് ഈ ഗംഗാവലി പുഴ ഇത്തരത്തിൽ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് വേണം പറയാൻ. ഏത് സമയത്തും ഒരുപക്ഷെ 29 ദിവസത്തെ കാത്തിരിപ്പിൽ ഒടുവിൽ നമുക്ക് ആ വിവരം ആ വാർത്ത നമുക്ക് എത്തിക്കാനാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ സംഘം കൂടുതൽ സംഘങ്ങളായി, ഇന്നലെ ഈശ്വർ മാൽപ്പ മാത്രമാണ് തിരച്ചിൽ നടത്തിയെങ്കിൽ ഇന്ന് കൂടുതൽ സംഘങ്ങളായി, കൂടുതൽ പേരായി മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവൻ പോലും പണയം വെച്ച് അവർ മറ്റ് ഏതെങ്കിലും സംവിധാനം ഒന്നും സഹായമില്ലാതെ അവർ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് എൽദോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റൈറ്റ്. അവിടെ നമ്മൾ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ നടന്ന തെരച്ചിലിൽ തൊട്ടു മുമ്പ് ഒരു ലോഹഭാഗം കണ്ടെത്തിയിരുന്നു ഈശ്വർ മാൽപേ. അത് പക്ഷേ അർജുൻ സഞ്ചരിച്ച ലോറിയുടേതല്ല എന്നാണ് ലോറി ഉടമയായിട്ടുള്ള മനാഫ് പറയുന്നത്. അതൊരു ട്രക്കിന്റേതാണ്. ഒരുപക്ഷേ അവിടെ നേരത്തെ ഒരു ടാങ്കർ മുങ്ങിപ്പോയിരുന്നു, ആ ടാങ്കറിൻ്റെതാകാമെന്ന് അനുമാനിക്കുകയാണ് മനാഫ്. എന്താണെങ്കിലും ആ കണ്ട ലോഹഭാഗം അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ലോറി ഉടമയായിട്ടുള്ള മനാഫ്. എന്താണെങ്കിലും പരിശോധന അത് തുടരുകയും ചെയ്യും. പരിശോധന തുടരുകയാണ്. ഇതുവരെയും തെരച്ചിലിൽ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെ പ്രത്യാശ ഉണ്ടാക്കുന്ന കാര്യമാണ്, പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കളക്ടർ ഇതുവരെയും എത്തിയിട്ടില്ല. പക്ഷേ അവിടെ മറ്റ് സംഘങ്ങൾ NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും ടീമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ അവിടെ ദൗത്യത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഈശ്വർ മാൽപ്പയുടെ ദൗത്യം അതൊരു വേറൊരു പാരലായി തന്നെ മറ്റൊരു തരത്തിലാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോട് പുഴയിൽ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശവും അല്ലെങ്കിൽ മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു ഭരണകൂടം. പക്ഷേ അത് വകവയ്ക്കാതെയാണ് ഇപ്പോൾ അർജുനും ഒപ്പം 2 കന്നഡികർക്കുമായിട്ടുള്ള തെരച്ചിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈശ്വർ മാൽപ്പയും ടീമും. രാവിലെ 10:10 കൂടിയാണ് ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചത്. രാവിലെ 8:30 തന്നെ ഈശ്വർ മാൽപ്പയും സംഘം അവിടെ എത്തിയെങ്കിൽ പോലും അനുമതി നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അല്പം നേരം അവർ കാത്തുനിന്നു. പിന്നീട് കളക്ടർ എത്തുമെന്ന് പറഞ്ഞിരുന്നു, കളക്ടർ എത്തിയില്ല. കളക്ടർ എത്താത്ത സാഹചര്യത്തിൽ അത് വകവയ്ക്കാതെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ 10:10 കൂടി പുഴയിലേക്ക് ഇറങ്ങിയത്. ഇതാണ് ആ കാണുന്ന ഭാഗം. ഇന്ന് രാവിലെ കണ്ടെത്തിയ ഒരു ലോഹഭാഗമാണ്. അതൊരു വണ്ടിയുടേതാണ്, ട്രക്കിന്റേതാണ് എന്നാണ് മനാഫ് പറയുന്നത്. പക്ഷേ അത് തങ്ങളുടെ വണ്ടിയുടെ അല്ല, അർജുൻ ഓടിച്ചിരുന്ന ആ ലോറിയുടേതല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ലോറി ഉടമയായിട്ടുള്ള മനാഫ്. ബൈജു, ഈ ദൗത്യത്തിൽ ഇപ്പോൾ അവിടെ NDRF ടീമിനെ നമ്മൾ കാണാൻ സാധിച്ചിരുന്നു, ഫയർഫോഴ്സിനെയും കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. നേവി ഉണ്ടോ, നാവികസേനയുടെ സംഘങ്ങളും അവിടെ എത്തിയിട്ടുണ്ടോ? ഇല്ല എൽദോ, നിലവിൽ നാവികസേനയുടെ ഏതെങ്കിലും സംഘങ്ങൾ ഇവിടെ എത്തിയതായി കാണുന്നില്ല. ഇന്നലെയൊക്കെ നാവികസേന തെരച്ചിൽ നടത്തും, മുങ്ങൽ വിദഗ്ധർ തെരച്ചിൽ നടത്തുമെന്നൊക്കെയായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത്. പക്ഷെ ഇന്നും നാവികസേനയുടെ കാണാനില്ല. ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം ഒരു നാവികസേനയെ വിലക്കിയിട്ടുണ്ടാകുമെന്ന ഒരു സംശയം പോലും ബന്ധുക്കൾ നേരത്തെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി അത് ഇന്നലെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നാവികസേനയ്ക്കുണ്ടായത്. അതുകൊണ്ടാണ് അവർ ഇന്നലെ തെരച്ചിൽ നടത്താത്തതെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഇന്നും നാവികസേനയ്ക്ക് വിലക്കുണ്ട്. ഒരുപക്ഷെ ഈശ്വർ മാൽപ്പയ്ക്ക് ഇതിലൊന്നും പരിമിതിയില്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ കേസെടുത്തോട്ടെ, തന്നെ അറസ്റ്റ് ചെയ്തോട്ടെ, 3 സഹജീവികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലില് താൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ തെരച്ചിലിന് മുന്നിട്ടിറങ്ങാം. പക്ഷെ നാവികസേനയുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ അത്തരത്തിലുള്ള അനുമതി ലഭിക്കേണ്ടതുണ്ട്. അത്തരം അനുമതി ലഭിക്കാതെ അവർക്ക് തെരച്ചിലിന് മുന്നിട്ടിറങ്ങാൻ കഴിയില്ല. ഒരുപക്ഷെ നാവികസേന നിസ്സഹായാവസ്ഥയായിരിക്കും. അവർ ഇന്നലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഈ ഗംഗാവലി പുഴയിൽ തെരച്ചിലിനായി അവർ കാത്തിരുന്നു, മണിക്കൂറുകളോളം കാത്തിരുന്നു. ജില്ലാ കളക്ടറുടെ അനുമതി ലഭിക്കും എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ അവരുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് പുറപ്പെടും, നമ്മളെല്ലാം തയ്യാറായിരിക്കുന്നു, ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള അനുമതി മാത്രം നമുക്ക് ലഭിച്ചാൽ മതി എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത് മണിക്കൂറുകൾ പിന്നിട്ട് ഒടുവിൽ ഉച്ചവരെ കാത്തിരുന്നതിന് ശേഷം വലിയ തോതിലുള്ള പ്രതിഷേധം AKM അഷ്റഫ് MLA യുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതോടുകൂടി പിന്നീട് അത് സതീഷ് കാർവാർ MLA നേരിട്ട് ഇടപെട്ട് പിന്നീട് ഈ ഈശ്വർ മാൽപ്പയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു തെരച്ചിൽ നടത്തിയത്. ആ ഈശ്വർ മാൽപ്പയ്ക്ക് ഈ കാര്യത്തിൽ ഏതെങ്കിലും പ്രോട്ടോകോൾ ഒന്നും നോക്കാനില്ല. അദ്ദേഹത്തിന് മുന്നിൽ ജീവനുകളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ്, അത് മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള
അതിനുവേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നു. അതിന് മറ്റ് എന്ത് ഭവിഷ്യത്തുകളും വേണമെങ്കിലും സംഭവിച്ചോട്ടെ. അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഏതെങ്കിലും തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യമല്ല ഈ പുഴയിലുള്ളതെന്ന്. അത് നാവികസേന പോലും വ്യക്തമാക്കിയിട്ടുണ്ട്. 2 നോട്ട്സ് മാത്രം ഒഴുക്കുള്ള വളരെ ശാന്തമായി ഒഴുകുന്ന തെളിഞ്ഞ പുഴയായി നിൽക്കുന്ന ഒരു സാഹചര്യം, ഇത്രയും നല്ല സാഹചര്യം കിട്ടിയിട്ടും നമ്മൾ വലിയ തോതിലുള്ള നേരത്തെയൊക്കെ വിമർശനമൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. വളരെ മന്ദഗതിയിലായിരുന്നു. ഒരു പക്ഷേ ഊർജിതമായ ഒരു തെരച്ചിൽ നടത്തിയാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം ലഭിക്കുമായിരുന്നു എന്ന് പോലും നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കലക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹത്തെ കാത്തിരുന്നാൽ, കലക്ടറെ കാത്തിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ രക്ഷാപ്രവർത്തനം പോലും ഇന്ന് നടക്കില്ലാത്ത അവസ്ഥ വരുമായിരുന്നു. ഏതായാലും കാർവാർ MLA ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. AKM അഷ്റഫ് MLA ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ എത്തുന്നുണ്ട്. മാൽപ്പ തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതും കാണാം. അവർ മാൽപ്പയുടെ കൂടെയുള്ള സംഘം അവർ മത്സ്യത്തൊഴിലാളികളാണ്. ഉടുപ്പിയിൽ നിന്നുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ ദുഷ്കരമായ കാലാവസ്ഥയിൽ പോലും കടലിലും പുഴയിലും ഒക്കെ തിരച്ചിൽ നടത്തുന്ന ഒരു സംഘമാണ്. അവരാണ് ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ അടിയൊഴുക്കില്ലാത്ത വളരെ ശാന്തസ്വരൂപിയായി നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. ഒരുപക്ഷെ എൽദോ, നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എൽദോ തന്നെ അത് കണ്ടതാണ്. രൗദ്രഭാവത്തോടെയുള്ള ആ ഗംഗാവലി പുഴ ഒരുപക്ഷെ നമ്മൾ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. ഈ പരിസരത്തൊക്കെ വലിയ തോതിൽ മണ്ണിടിച്ചും മലയിടിഞ്ഞും നിൽക്കുന്ന ചെളിയും കല്ലും ഒക്കെ നിൽക്കുന്ന ഒരു പ്രദേശം, അതൊക്കെ മാറി ആ പുഴയുടെ താഴ്ച അത്രത്തോളം താഴ്ചയിലേക്ക് പുഴ പോയിരിക്കുന്നു. ഒരുപക്ഷെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ മഴ ഇതേപോലെ നിൽക്കുന്നതാണെങ്കിൽ ഭാരതപ്പുഴ സമാനമായി നമുക്ക് നടന്നുപോലും ഇതിനകത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ടെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നത്.